everyone. In this part, we'll see the third type of fundamental analysis, that is company analysis. ഇവിടെ ഒരു കമ്പനിയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട്സ്, മാനേജ്മെന്റ്, പിന്നെ പലതരത്തിലുള്ള റേഷ്യോസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്തിട്ട് കമ്പനിയുടെ ഭാവി ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അതിന്റെ ബേസിൽ നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും. So company analysis mainly include analyzing management quality, financial results, as well as analyzing key ratios. So first is regarding management quality. അതായത് അവിടുത്തെ മാനേജ്മെന്റ് എഫിഷ്യന്റ് ആണോ, അവർ കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ റൺ ചെയ്യാൻ കേപ്പബിൾ ആണോ, അവരുടെ മാനേജിങ് ഡയറക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, പിന്നെ അവര് നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, ട്രാൻസ്പാരന്റ് ആണോ, ഡീറ്റെയിൽസ് എല്ലാം പബ്ലിക്കിന് കൊടുക്കുന്നുണ്ടോ, പിന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ അവരെങ്ങനെ ഡെസിഷൻ ഹാൻഡിൽ ചെയ്യും, അവരുടെ റെപ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ക്വാളിറ്റി. ഇതൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, ക്വാണ്ടിറ്റേറ്റീവ് അല്ല. ദെൻ ഫിനാൻഷ്യൽ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്. അതായത് കമ്പനി എത്ര കാര്യങ്ങൾ സെൽ ചെയ്യുന്നു, പിന്നെ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞാൽ എത്ര എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കമ്പനിക്ക് ഉണ്ട് എന്നുള്ളത് കമ്പനിയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അനലൈസ്. തേർഡ് വൺ ഇസ് അനലൈസിങ് കീ റേഷ്യോസ്. എന്തിനാ നമ്മൾ റേഷ്യോ അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കമ്പനിയുടെ പെർഫോമൻസ് അതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി ആയിട്ടും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ അതിന്റെ കൂടെ നിൽക്കുന്ന വേറെ കമ്പനീസ് ആയിട്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ, നമ്മൾ മാരുതി സുസുക്കിന്റെ റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഹുണ്ടായി ആയിട്ടായിരിക്കാം, ഹുണ്ടായി കമ്പനി ആയിട്ടായിരിക്കാം, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ അതിന്റെ പീർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യും. എന്നിട്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, അവർ മുന്നോട്ട് പോകുമോ, സോൾവൻസി, അവരുടെ എഫിഷ്യൻസി ഒക്കെ ഡിറ്റർമിൻ ചെയ്യും. There are many number of ratios, but we'll discuss only 5 that is given in your syllabus. PE ratio, PB ratio, ROE, debt to equity ratio, and dividend yield ratio. First is PE ratio. PE ratio in the full form is price to earnings ratio. ഇത് കമ്പനിയുടെ കറന്റ്ലി ട്രെൻഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്രൈസ് അതിന്റെ ഏർണിങ്സ് പെർ ഷെയറും കൂടെ കമ്പയർ ചെയ്യും. അതായത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ദ കമ്പനീസ് ഏർണിങ്സ്. കമ്പനിക്ക് കിട്ടുന്ന ആ ഒരു ഏർണിങ്സിന് എത്ര കാശ് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതാണ് പി ഇ റേഷ്യോ അനലൈസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിന് മേലെ എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത്. യൂഷ്വലി ഹൈ പി ഇ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the stock or the company is overvalued. ലോ പി റേഷ്യോ അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ പറയും ലോ പി റേഷ്യോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതാണ്, കാരണം അത് അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ തന്നെ ഭാവിയിൽ അതിന്റെ വാല്യൂ കൂടാനുള്ള ചാൻസ് ഉണ്ട്, കണ്ടെത്തി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് റേഷ്യോ സിമിലർ ടു പി റേഷ്യോ ഇസ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. അതായത് കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസും അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കൊടുക്കുന്ന വാല്യൂ, കമ്പനിയുടെ കറണ്ട് ആയിട്ടുള്ള പ്രൈസും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള പ്രൈസും കൂടെ കമ്പയർ ചെയ്യുന്നതാണ് പി ബി റേഷ്യോ. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഇൻവെസ്റ്റേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ കമ്പനീസ് നെറ്റ് അസെറ്റ്സ്. കമ്പനിയുടെ ആസ്തിക്ക് ഇൻവെസ്റ്റേഴ്സ് എത്ര കൊടുക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. പി റേഷ്യോ പോലെ തന്നെ പി ബി റേഷ്യോ ഇൻഡിക്കേറ്റ്, ലോ പി ബി റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് സ്റ്റോക്ക് ഇസ് അണ്ടർ വാല്യൂ. വളരെ ഹൈ പി ബി റേഷ്യോ ആകുമ്പോൾ കമ്പനി ഓവർ വാല്യൂഡ് ആണ്, അതിന്റെ ശരിക്കുള്ള വാല്യൂനെക്കാട്ടും കൂടുതലാണ് ആൾക്കാർ വാല്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. തേർഡ് വൺ ഇസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി അതായത് കമ്പനിയുടെ ഇക്വിറ്റി ഷെയറിന് മേലെ എത്ര കിട്ടുമെന്നത്. ദിസ് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് പ്രോഫിറ്റബിലിറ്റി റിലേറ്റീവ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതായത് ഈ കമ്പനി എത്ര നന്നായിട്ടാണ്, ഹൗ ഇഫക്റ്റീവ്ലി ദ കമ്പനി ഈസ് യൂസിങ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര നല്ല രീതിയിലാണ് കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ആർ ഒ ഇ. യൂഷ്വലി ഹയർ ആർ ഒ ഇ ആണ് നല്ലത്. ഇറ്റ്സ് ഇക്വേഷൻ ഇസ് നെറ്റ് ഇൻകം ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. കമ്പനിയുടെ ഇൻകം പിന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ തമ്മിലുള്ള റേഷ്യോ. Fourth one is debt to equity ratio.
As the name indicates, കമ്പനിയുടെ ടോട്ടൽ ഡെറ്റും ടോട്ടൽ ഇക്വിറ്റി. വി നോ ദാറ്റ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റലാണ്. കമ്പനിയുടെ പുറത്ത് നമ്മൾ കടമെടുക്കുന്ന ക്യാപിറ്റലിനെയാണ് ഡെറ്റ് എന്ന് പറയുന്നത്, ക്രെഡിറ്റർഷിപ്പ് ക്യാപിറ്റൽ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ക്യാപിറ്റൽ. കമ്പനിയുടെ അകത്തുള്ള ആൾക്കാർ തന്നെ കമ്പനിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇക്വിറ്റി. അപ്പൊ ഇത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. ഇറ്റ് മെഷേഴ്സ് കമ്പനീസ് ഫൈനാൻഷ്യൽ ലിവറേജ്, അതായത് എത്രത്തോളം കമ്പനി കടമെടുത്ത പൈസ യൂസ് ചെയ്യുന്നു, അതാണ് ഫൈനാൻഷ്യൽ ലിവറേജ്. അത് അനലൈസ് ചെയ്യുന്നതാണ് ഈ റേഷ്യോ. It indicates the proportion of company's financing that comes from debt versus equity. എത്ര കമ്പനി ബോറോ ചെയ്യുന്നു, എത്ര ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ആൻഡ് ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡെറ്റ് ക്യാപിറ്റൽ കൂടുതലാണ്, കൂടുതൽ കമ്പനി കടമെടുക്കുന്നു എന്നുള്ളതാണ് ഇൻഡിക്കേഷൻ. Fifth one is dividend yield. We know that dividend എന്ന് പറഞ്ഞാൽ it is the return to shareholders. നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിട്ടേണിനാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ ഡിവിഡൻഡ് yield ratio measures the percentage of company's share price that it pays out in dividends each year. എല്ലാ വർഷവും എത്രയാണ് ഡിവിഡൻഡ് ആയിട്ട് ഓരോ കമ്പനിയും കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡിവിഡൻഡ് റേഷ്യോ കൂടുതലാണെങ്കിൽ നല്ല റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് അർത്ഥം. ഇക്വേഷൻ ഇസ് ആനുവൽ ഡിവിഡൻഡ് പെർ ഷെയർ ബൈ കറണ്ട് ഷെയർ പ്രൈസ്. ഒരു കമ്പനിയുടെ ആനുവൽ ഡിവിഡൻഡും കറണ്ട് ഷെയർ പ്രൈസും തമ്മിൽ ഇൻറ്റു 100, ആ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് yield. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് 5 ratios and company analysis. Company analysis നമുക്ക് 3 kind of analysis ആയിട്ട് ഡിവൈഡ് ചെയ്യാം. Analyzing management quality, financial result, അതായത് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, ആൻഡ് യൂസിങ് key ratios. റേഷ്യോയിൽ ഇവിടെ 5 റേഷ്യോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. PE റേഷ്യോ, പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, debt to equity ratio, and dividend yield ratio. Now, let's see it with an example. നമ്മളിപ്പം ഒരു കല്യാൺ ജുവല്ലേഴ്സിന്റെ, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, കല്യാൺ ജുവല്ലേഴ്സിന്റെ ഷെയർ എടുത്തു. ഇതാണ് ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നതിന്റെ ഗ്രാഫ്, പിന്നത്തെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. അപ്പം 1 ഡേത്തെ ഇതാണത്. 1 വീക്കത്തെ ഗ്രാഫ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നു, 1 മന്ത്ത്തെ ഗ്രാഫ് ആകുമ്പോൾ ഇങ്ങനെ വരുന്നു, 3 മന്ത്ത്തെ ഗ്രാഫ് ആകുമ്പോൾ ഇവിടെയൊക്കെ പീക്ക് ഏപ്രിൽ ഒക്കെ പീക്കായിരുന്നു, പിന്നെ കുറച്ച് കുറഞ്ഞു ഏപ്രിൽ 24 ആകുമ്പോഴേക്കും, പിന്നെ ഇവിടെ വീണ്ടും കുറഞ്ഞു മെയ് 21. നമുക്കറിയാം വാർ ക്രൈസിസ് ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ ചെറുതായിട്ട് കൂടി വരുന്നു, വാറൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് കേൾക്കുമ്പോൾ. ഇത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നതാണ്. സോ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ നമ്മൾ പഠിച്ച റേഷ്യോ ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈസ് ടു ഏർണിംഗ്സ് റേഷ്യോ 26.35, അതായത് എത്ര ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 26.35. അത്രമാത്രം കൂടുതലല്ല, എന്നാലും കുറച്ച് ഹൈ ആണ്. PB റേഷ്യോ 5.64. കറന്റ് മാർക്കറ്റ് പ്രൈസും കമ്പനിയുടെ ബുക്ക് വാല്യൂവും തമ്മിലുള്ള കമ്പാരിസൺ. ഇത് ഇൻഡസ്ട്രി പി, അതായത് ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന കമ്പനി, ഇതിന്റെ ഇൻഡസ്ട്രി ഏതാണ്? കല്യാൺ ജുവല്ലേഴ്സ് പറഞ്ഞാൽ ഗോൾഡ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇപ്പൊ ഇന്ത്യയിലെ ഗോൾഡ് ഇൻഡസ്ട്രിയിൽ പി റേഷ്യോ 47 ആണ്. പിന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെറ്റും ഇക്വിറ്റിയും കമ്പനിക്ക് 0.97 ആണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. എത്ര കടമെടുക്കുന്നു, എത്ര ഓൺഡ് ക്യാപിറ്റൽ ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 21.41%, അത്ര റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ഡിവിഡൻഡ് yield, കമ്പനി 0.73% ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ബുക്ക് വാല്യൂ 61.0 ആണ്. ഒരു ഷെയറിന്റെ വാല്യൂ 10 രൂപയാണ്. ഏർണിംഗ്സ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിന്റെ മേലെ കിട്ടുന്ന ഏർണിംഗ്സ് 13.08 ആണ്. പിന്നെ താഴോട്ട് വന്ന കമ്പനിയുടെ റവന്യൂ കാണാം, ഓരോ മാസത്തെയും റവന്യൂ, കമ്പനിയുടെ പ്രോഫിറ്റ് കാണാം. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ് ഓഫ് കല്യാൺ ജുവല്ലേഴ്സ്. പ്രൊമോട്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ, 62%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14, മ്യൂച്വൽ ഫണ്ട്സ് 13, റീറ്റെയിൽ ആൻഡ് അതേഴ്സ് 8.46, other domestic institutions 0.50. So this is regarding fundamental and share
the company analysis and shareholding pattern analysis just for the sake of understanding.